ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഷർ മെഷറിംഗ് ഡിവൈസുകളെ പറ്റിയിട്ടാണ്. പ്രഷർ മെഷറിംഗ് ഡിവൈസുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, അതുപോലെ തന്നെ ആബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ, ഈ ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രഷർ മെഷറിംഗ് ഡിവൈസ്. പ്രഷർ മെഷറിംഗ് ഡിവൈസിനെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മാനോമീറ്റേഴ്സും മെക്കാനിക്കൽ ഗേജസും. മാനോമീറ്റേഴ്സും മെക്കാനിക്കൽ ഗേജസും. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രഷർ മെഷറിംഗ് ഡിവൈസാണ് മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മാനോമീറ്ററിനെ തന്നെ നമുക്ക് സിമ്പിൾ മാനോമീറ്റേഴ്സും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സും അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിരിക്കുന്ന ഗ്ലാസ് ട്യൂബുകൾ ഉപയോഗിച്ചിട്ട് ലിക്വിഡ് കോളം ബാലൻസ് ചെയ്ത് മെഷർ ചെയ്യുന്ന ഡിവൈസുകളാണ് സിമ്പിൾ മാനോമീറ്റേഴ്സ്. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് എന്ത്? ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇനി ഈ സിമ്പിൾ മാനോമീറ്റേഴ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടൈപ്പ് മാനോമീറ്റേഴ്സ് ആണ് പീസോമീറ്റർ, യു-ട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ അല്ലെങ്കിൽ മൈക്രോ മാനോമീറ്റർ. ഓക്കെ, അപ്പോൾ പീസോമീറ്റർ, യു-ട്യൂബ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ, ഇത്രയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട സിമ്പിൾ മാനോമീറ്റേഴ്സ്. ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സിൽ വരുന്നതാണ് യു-ട്യൂബ് മാനോമീറ്ററും ഇൻവേർട്ടഡ് യു-ട്യൂബ് മാനോമീറ്റർ. ഇനി അതുപോലെ തന്നെ മെക്കാനിക്കൽ ഗേജസിലേക്ക് വരുവാണെങ്കിൽ ഹൈ പ്രഷർ മെഷർ ചെയ്യേണ്ട കേസുകളിൽ ഗേജ് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ത്? മെക്കാനിക്കൽ ഗേജസ്. മെക്കാനിക്കൽ ഗേജസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രഷർ മെഷറിംഗ് ഡിവൈസുകളാണ് ബോർഡൻ ട്യൂബ് ഗേജ്, അതുപോലെ തന്നെ ഡയഫ്രം ഗേജ്, പിന്നെ ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള മെക്കാനിക്കൽ പ്രഷർ മെഷറിംഗ് ഡിവൈസുകൾ. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മാനോമീറ്റേഴ്സ്. എന്താണ് മാനോമീറ്റേഴ്സ്? മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രഷർ മെഷറിംഗ് ഡിവൈസുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരു നാരോ ട്യൂബ് ഉണ്ടാവും, അതിൽ എന്തുണ്ടാവും? ഒരു മാനോമെട്രിക് ലിക്വിഡ് ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു നാരോ ട്യൂബും ഒരു മാനോമെട്രിക് ലിക്വിഡ് ഉണ്ടാവും. അതൊരു ഗ്രാജുവേറ്റിന് സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെഷർ ചെയ്യേണ്ട ഡിവൈസുകളെ അല്ലെങ്കിൽ നമ്മൾ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിൻ്റെ ആ ഒരു പ്രഷറിനെ ഈ ഒരു മാനോമെട്രിക് ലിക്വിഡ് കോളം ബാലൻസ് ചെയ്തിട്ട് ആ ഒരു ബാലൻസിങ് ഹെഡ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെഷർ ചെയ്യേണ്ട പോയിന്റിന് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ പി എന്നുള്ള പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ അത് ആ ഒരു ഗ്ലാസ് ട്യൂബുമായിട്ട് കണ്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? മാനോമെട്രിക് ലിക്വിഡിൻ്റെ ഹൈറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു ഹൈറ്റ് മെഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹെഡ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിവൈസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മാനോമീറ്ററിൽ എന്താ ഉണ്ടാവുക? അവിടെ എങ്ങനെയാണ് പ്രഷർ മെഷർ ചെയ്യുന്നത്? മാനോമീറ്റേഴ്സ് are devices used for measuring pressure at a point in a fluid by balancing column of the fluid by same or another column of fluid. അതായത് ഒരു ലിക്വിഡ് കോളം യൂസ് ചെയ്തിട്ട് മാനോമെട്രിക് ഫ്ലൂയിഡ് വെച്ചിട്ട് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ കോളം ബാലൻസ് ചെയ്തിട്ട് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ത്? മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ മാനോമീറ്റേഴ്സിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയും? മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയും. അതായത് ആ നാരോ ഗ്ലാസ് ട്യൂബിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്ലൂയിഡ്, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഹൈറ്റ് ബാലൻസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഹെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രഷർ മെഷർ ചെയ്യുന്നത്. നമ്മൾ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യുന്നത് ഈ ഒരു ഹെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ മാനോമീറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു നാരോ ഗ്ലാസ് ട്യൂബിൽ ഒരെൻഡ് എന്തായിരിക്കും? ഒരെൻഡ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു എൻഡ് എന്തായിരിക്കും? പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതർ എൻഡ് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിരിക്കും. ഒരെൻഡ് പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റേ എൻഡ് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിലുള്ള ഈ ഒരു പർട്ടിക്കുലർ പ്രഷറിനനുസരിച്ചിട്ട് ഈ നാരോ ഗ്ലാസ് ട്യൂബിൽ എന്ത് ചെയ്യും?
ലിക്വിഡ് റൈസ് ചെയ്യും, ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് റൈസ് ചെയ്യും. മാനോമെട്രിക് ലിക്വിഡ് പർട്ടിക്കുലർ ലെവലിലേക്ക് റൈസ് ചെയ്യും. പീസോമീറ്ററിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ സെയിം ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹെഡ് യൂസ് ചെയ്തിട്ട്, ആ ഒരു പർട്ടിക്കുലർ ഹെഡ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഹെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ചിട്ട് P is equal to rho GH, P is equal to rho GH, ഈ ഒരു ഫോമുല ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകളാണ് എന്ത്, സിമ്പിൾ മാനോമീറ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ മാനോമീറ്ററിൽ ഓർത്തെടുക്കേണ്ട എന്താണ്, ഒരെൻഡ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസിലേക്ക് പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റേ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ മാനോമീറ്റേഴ്സ് ആണ് പീസോമീറ്റർ, യു2 മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. ഇനി നെക്സ്റ്റ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്താ മെഷർ ചെയ്യുന്നത്, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. രണ്ട് പർട്ടിക്കുലർ പോയിന്റുകൾക്കിടയിൽ, ഒരു പൈപ്പിലെ രണ്ട് പോയിന്റുകൾക്കിടയിൽ, അല്ലെങ്കിൽ രണ്ട് പൈപ്പുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ്, അല്ലെങ്കിൽ രണ്ട് പൈപ്പുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഇവിടെ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇവിടെ 1 എന്ന് കൊടുത്താൽ 1ഉം ഇവിടെ 2, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ മാനോമീറ്റേഴ്സ് പ്രഷർ അറ്റ് എ പോയിന്റും, ഡിഫറൻഷ്യൽ മാനോമീറ്റർ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സുമാണ് മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് സിമ്പിൾ മാനോമീറ്റേഴ്സിൽ ആദ്യത്തെ ടൈപ്പ് എന്താണ്, പീസോമീറ്റർ. പീസോമീറ്റർ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലുള്ള മാനോമീറ്റർ ആണ് എന്ത്, പീസോമീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഇവിടെ എന്തായിരിക്കും, നമ്മളെ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റ് ഡയറക്റ്റ് ഒരു ഗ്ലാസ് ട്യൂബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഗ്ലാസ് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീസോമീറ്റർ ട്യൂബ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ നേരോ ട്യൂബ് എന്തായിരിക്കും, ഡയറക്റ്റ് പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മറ്റേ എൻഡ് എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ചെയ്യേണ്ട ഫ്ലൂയിഡിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് ട്യൂബിൽ ആ കറസ്പോണ്ടിങ് പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ട ഹെഡിലേക്ക് എന്ത് ചെയ്യും, ഈ ലിക്വിഡ് റൈസ് ചെയ്യും, ആ നാരോ ട്യൂബിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ ഈ ഹെഡ് മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ലിക്വിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യാം. എങ്ങനെ, പ്രഷർ P is equal to rho GH, നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഈ പർട്ടിക്കുലർ ഫ്ലൂയിഡിൻ്റെ പ്രഷറിനനുസരിച്ചിട്ടുള്ള ഹെഡിലേക്കായിരിക്കും, അത്രയും ഹൈറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കോളം ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു rho GH എന്നുള്ള ഫോമിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യാം. ഇവിടെ എന്തായിരിക്കും, സെയിം ഫ്ലൂയിഡ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ ലിക്വിഡിലേക്ക്, അല്ലെങ്കിൽ പർട്ടിക്കുലർ നാരോ ട്യൂബിലേക്ക് റൈസ് ചെയ്യുന്നത്. അപ്പോൾ റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡ്, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, H എന്താണ്, ആ കോളം ബാലൻസ് ചെയ്യുന്ന, ആ പ്രഷർ ബാലൻസ് ചെയ്യുന്ന നാരോ ട്യൂബിലുള്ള ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പീസോമീറ്റർ മെഷർ ചെയ്യുന്നത് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത് മോഡറേറ്റ് പ്രഷർ മെഷർമെൻറ്റിന് കേസിലാണ്. പീസോമീറ്ററിൻ്റെ യൂസ്ഡ് ഫോർ മോഡറേറ്റ് പ്രഷർ മെഷർമെൻറ്റ്, ഇതാണ് എക്സാമിന് വരിക. എന്താണ് മോഡറേറ്റ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗേജസ് ആണെന്ത്, പീസോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, പീസോമീറ്റർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെഷർമെൻറ്റ് ഓഫ് ഹൈ പ്രഷർ ലിക്വിഡ്, പ്രഷർ ഓഫ് ഗ്യാസ് ഓർ എയർ, വാക്വം പ്രഷർ. ഈ 3 കേസിൽ എന്തല്ല, പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല. എന്താണെന്ന് വെച്ചാൽ എന്താ, ഹൈ പ്രഷർ ഫ്ലൂയിഡിൻ്റെ കേസ് നോക്കുക. ഹൈ പ്രഷർ ഫ്ലൂയിഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ബാലൻസിങ് കോളത്തിൻ്റെ ഹെഡും അല്ലെങ്കിൽ ഹൈറ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു മാനേജബിൾ ഹൈറ്റിലേക്ക്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പീസോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു മാനേജബിൾ, വളരെയധികം ഹൈ പ്രഷർ ഫ്ലൂയിഡിൻ്റെ കേസിൽ എന്തായിരിക്കും, ആ നാരോ ട്യൂബിൽ ഉണ്ടാകുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു മാനേജബിൾ ഹൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഹൈ പ്രഷർ ഫ്ലൂയിഡിൽ പീസോമീറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി എയറിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കേസിലോ ഇതെന്താണ്, ഒരെൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിരിക്കുകയാണ്, സെയിം ഫ്ലൂയിഡ് തന്നെയാണ്. അപ്പോൾ എയർ ആണ് അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതുവഴി എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ എയർ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, പീസോമീറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് എന്താണ്, വാക്വം പ്രഷർ മെഷർ ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ മെഷർ ചെയ്യാനും നമുക്ക് പീസോമീറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ,
നെഗറ്റീവ് പ്രഷറിൻ്റെ കേസിൽ ഇവിടുന്ന് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്ത് ചെയ്യും, നെഗറ്റീവ് പ്രഷർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രഷർ മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡിലേക്ക് എയർ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. അപ്പോൾ ആ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ വാക്വം പ്രഷറിൻ്റെ കേസിൽ നമുക്ക് പീസോമീറ്റർ സ്യൂട്ടബിൾ അല്ല. ഈ 3 കേസ് ഓർത്ത് നോക്കുക. പീസോമീറ്റർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ പ്രഷർ ഓഫ് ഫ്ലൂയിഡ്, അതുപോലെ പ്രഷർ ഓഫ് ഗ്യാസ് ഓർ എയർ, വാക്വം പ്രഷർ. ഈ 3 കേസ് മെഷർ ചെയ്യാനും നമുക്ക് ഈ 3 കേസിലും പ്രഷർ മെഷർമെൻറ്റിന് നമുക്ക് പീസോമീറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ടൈപ്പ് യൂട്യൂബ് മാനോമീറ്റർ. നമ്മൾ പീസോമീറ്ററിൽ എന്തായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ട്യൂബ് ആയിരുന്നു അല്ലേ, ഒരു സ്ട്രെയിറ്റ് ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു യു ഷേപ്പ് ബെൻഡ് ട്യൂബാണ് ഉപയോഗിക്കുന്നത്. യു ഷേപ്പ് ബെൻഡ് ട്യൂബ്. ഇതിലൊരു മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ടാവും. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഗ്രാവിറ്റിയുള്ള മാനോമെട്രിക് ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പ്രഷർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രഷർ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഇനീഷ്യലി ഈ യൂട്യൂബ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇനീഷ്യലി ഈ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പർട്ടിക്കുലർ മാനോമെട്രിക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ ഇതിലൊരു പർട്ടിക്കുലർ പ്രഷർ മെഷറിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പ്രഷർ കാരണം, ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം ഈ ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, മാനോമെട്രിക് ഫ്ലൂയിഡ് ഇതുപോലെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു, ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ബാലൻസിങ് മാറി അല്ലേ, ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ഈ ഡാറ്റം പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രഷർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ പോസിറ്റീവ് പ്രഷർ മെഷർമെൻറ്റിൻ്റെ കേസിൽ, അതായത് ഇവിടെ ഈ ഒരു ഡാറ്റം ലൈൻ നോക്കുക. ഈ ഡാറ്റം ലൈനിലെ ഈ പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും. കാരണം എന്താ, നമുക്കറിയാം പാസ്കൽസ് ലോ പ്രകാരം എന്താണ്, പ്രഷർ അറ്റ് 2 points അറ്റ് ദ സെയിം ലെവൽ ഇൻ എ കണ്ടിന്യൂസ് ഹോമോജീനിയസ് ലിക്വിഡ് ആർ ഈക്വൽ. അതായത് സെയിം ലെവലിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള കണ്ടിന്യൂസ് ഹോമോജീനിയസ് ലിക്വിഡിൻ്റെ പ്രഷർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡാറ്റം ലൈനായിട്ട് എടുക്കും. ഈ XX എന്നുള്ളത് ഡാറ്റം ലൈനായിട്ട് എടുക്കും. ഇതിൻ്റെ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റിലെയും ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് ബാലൻസിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുക, ലെഫ്റ്റ് ലിംബ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുള്ളത്, നമുക്ക് മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡിൻ്റെ പ്രഷർ P, പ്ലസ് എന്താണ്, ഈ ഒരു ലിക്വിഡ് കോളത്തിൻ്റെ ഹെഡ്, അതായത് അവിടെ എന്തായിരിക്കും, അവിടുത്തെ ആ ലിക്വിഡ് കോളത്തിൻ്റെ ഹെഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ലിക്വിഡ് കോളത്തിൻ്റെ ഡെൻസിറ്റി ρ1 G ഇൻറ്റു ആ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് H1. അപ്പോൾ ρ1 G H1 ഇത്രയായിരിക്കും എന്ത്, ലെഫ്റ്റ് ലിംബിലെ പ്രഷർ. ഇനി റൈറ്റ് ലിംബിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ, അല്ലെങ്കിൽ ആ ഒരു ഹെഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ അതെന്തായിരിക്കും, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρ2 ഇൻറ്റു G ഇൻറ്റു ആ പർട്ടിക്കുലർ ഹെഡ് H2. അപ്പോൾ റൈറ്റ് ലിംബിൽ ρ2 G H2, ലെഫ്റ്റ് ലിംബിൽ P പ്ലസ് ρ1 G H1 ഈസ് ഈക്വൽ ടു എന്താണ്, റൈറ്റ് ലിംബിലെ ρ2 G H2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഫ്ലൂയിഡിൻ്റെ പ്രഷർ P ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, P2 G H2 മൈനസ് P1 G H1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യുന്നത് അല്ലേ. ഇതാണ് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഫോർമുല. ഇനി വാക്വം പ്രഷറിൻ്റെ കേസിലാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷറിൻ്റെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, ഇതിപ്പോൾ പറഞ്ഞത് എന്താണ്, പോസിറ്റീവ് പ്രഷറിൻ്റെ കേസിലാണ്. പോസിറ്റീവ് പ്രഷറിൻ്റെ കേസിൽ ഈ മാനോമെട്രിക് ഫ്ലൂയിഡിന് എന്ത് ചെയ്യും, റൈറ്റ് ലിംബിലേക്ക് റൈസ് ചെയ്യുക. റൈറ്റ് ലിംബിലേക്ക്, അതായത് നമ്മുടെ ലെഫ്റ്റ് ലിംബിലാണ് പ്രഷർ മെഷറിംഗ് പോയിന്റ് കണക്ട് ചെയ്തത്. ആ പ്രഷർ കാരണം മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യും, റൈറ്റ് ലിംബിലേക്ക് റൈസ് ചെയ്യും. അതേസമയം നെഗറ്റീവ് പ്രഷറിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, പ്രഷർ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാനോമെട്രിക് ഫ്ലൂയിഡ്
റൈറ്റ് ലിംബിൽ നിന്ന് ലെഫ്റ്റ് ലിംബിലേക്കായിരിക്കും റേസ് ചെയ്യുക. അതായത് നമ്മൾ ഏത് പോയിന്റിലാണോ പ്രഷർ മെഷർ ചെയ്യേണ്ട പ്രഷർ കണക്ട് ചെയ്തത് അവിടെ നെഗറ്റീവ് പ്രഷർ ആയതുകൊണ്ട് അങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുക, മാനോമെട്രിക് ഫ്ലൂയിഡ് റേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എന്ന് പറയുന്നത് പി പ്ലസ് ഈ ലിക്വിഡ് കോളം കൊണ്ടുണ്ടാവുന്ന ഹെഡ്, അതായത് ρ1G/H1. പിന്നെന്താണ് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഹെഡ് ρ2G/H2. റൈറ്റ് ലിംബിൽ എന്താണ്, റൈറ്റ് ലിംബിൽ ഡാറ്റം പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡാറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും, ഡാറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും, ATM ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഗേജ് പ്രഷറിൻ്റെ കേസിൽ എത്ര 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ലിംബിൽ എന്താണ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രഷറും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, P1 പ്ലസ് ρ1G/H1 പ്ലസ് ρ2G/H2 0 എന്ന് കിട്ടും. അപ്പോൾ ആ പ്രഷർ എന്താണ്, P നെഗറ്റീവ് ഓഫ് P1G/H1 പ്ലസ് P2G/H2. അപ്പോൾ വേക്കം പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ലിംബിലേക്കായിരിക്കും മാനോമെട്രിക് ഫ്ലൂയിഡ് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് യൂട്യൂബ് മാനോമീറ്റർ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സിംഗിൾ കോളം മാനോമീറ്റർ. സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. മോഡിഫൈഡ് ഫോം ഓഫ് യൂട്യൂബ് മാനോമീറ്റർ ആണ് എന്ത്, ഈ സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രഷർ മെഷറിങ് പോയിന്റ് കണക്ട് ചെയ്യുന്ന ആ ഒരു ലിംബ്, ഇവിടെ നമ്മൾ ലെഫ്റ്റ് ലിംബിൽ എന്തുണ്ടാവും, ഒരു ലാർജ് ഏരിയ റിസർവോയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ലാർജ് ഏരിയ ഒരു ഷാലോ റിസർവോയർ ആണ് ഉണ്ടാവുക. അതായത് നമ്മൾ നേരത്തെ ഒരു നാരോ ട്യൂബ് മാത്രമാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഒരു ലാർജ് ഏരിയ റിസർവോയറും കൂടി ഉണ്ടാവും. അതായത് ഈ നാരോ ട്യൂബിൻ്റെ ഏരിയയുടെ അപ്രോക്സിമേറ്റ്ലി 100 ടൈംസ് ഓർ എബോവ് വരുന്ന ഒരു ഏരിയയുള്ള ഒരു ലാർജ് റിസർവോയർ കൂടി എന്തുണ്ടാവും ഈ ലെഫ്റ്റ് ലിംബിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ സ്മോൾ പ്രഷർ ഡിഫറൻസ് വരെ മെഷർ ചെയ്യാൻ പറ്റും, വളരെ സ്മോൾ പ്രഷർ ചേഞ്ചുകൾ വരെ മെഷർ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ ഇത്രയും ലാർജ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ പ്രഷർ ഡിഫറൻസിന് ഈ റിസർവോയറിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, ΔH ആയിരിക്കും. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടുത്തെ വോളിയം ഈ ലാർജ് റിസർവോയറിൻ്റെ വോളിയം A/H ആണെങ്കിൽ സെയിം വോളിയം ഈ ഒരു നാരോ ട്യൂബിൽ റേസ് ചെയ്യുമ്പോൾ സ്മോൾ ഏരിയ ഇൻറ്റു H ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ H2 അല്ലെങ്കിൽ ഈ H2 എന്ന് പറയുന്ന ഹൈറ്റ് ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. ഒരു ചെറിയ ഈ ഹൈറ്റ് ലെഫ്റ്റ് ലിംബിൽ അല്ല റിസർവോയറിൽ ഉണ്ടാകുന്ന വളരെ ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസിൽ നമുക്ക് റൈറ്റ് ലിംബിൽ, അതായത് നമ്മുടെ മെഷറിംഗ് ലിംബിൽ, നമ്മുടെ ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റൈറ്റ് ലിംബിൽ നമുക്ക് വളരെയധികം ഒരു ഹൈറ്റ് ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ സ്മോൾ ചേഞ്ചസ് വരെ എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ΔH എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്മോൾ ഹൈറ്റ് ഡിഫറൻസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ഈ റൈറ്റ് ലിംബിലെ ഹെഡിൻ്റെ ചേഞ്ചസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷർ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത് വളരെ ചെറുതായിരിക്കും, ലെഫ്റ്റ് ലിംബിൽ ΔH വളരെ ചെറുതായതുകൊണ്ട് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് ലിംബിൽ കിട്ടുന്ന H2 അല്ലെങ്കിൽ നാരോ ട്യൂബിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ലിംബിലെ ഹൈറ്റ് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷർ മെഷർമെൻറ്റ് നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ സ്മോൾ ചേഞ്ചസ്, വളരെ പ്രഷർ ഉണ്ടാകുന്ന വളരെ സ്മോൾ ചേഞ്ചസിന് വരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് എവിടെ കിട്ടും, റൈറ്റ് ലിംബിൽ അല്ലെങ്കിൽ ആ നാരോ ട്യൂബിലെ ഹൈറ്റിൽ കിട്ടും. ഇനി ഈ സിംഗിൾ കോളം മാനോമീറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്ററും ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് വെർട്ടിക്കൽ സിംഗിൾ കോളം മാനോമീറ്റർ. അതായത് ഇതിൻ്റെ ഈ ഒരു നാരോ ട്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെർട്ടിക്കൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, നാരോ ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ സിംഗിൾ കോളം മാനോമീറ്ററിൽ എങ്ങനെയാണ് നമ്മൾ പ്രഷർ മെഷർമെൻറ്റ് ചെയ്യുന്നത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഈ ഏരിയയുടെ കേസ് പറഞ്ഞു അല്ലേ, നമ്മൾ ലെഫ്റ്റിലെ ഒരു സ്മോൾ ചേഞ്ചസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മോൾ ചേഞ്ചസിന് റൈറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അതായത് ΔH എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്മോൾ ട്യൂബ് ഇൻറ്റു ഹൈറ്റ് ഡിഫറൻസ് ഇൻ സ്മോൾ ട്യൂബ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റിസർവോയർ ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് റിസർവോയർ വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ A എന്ന് പറയുന്നത്
സ്മോൾ എനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വളരെയധികം കൂടുതലാണ്, 100 ടൈംസ് എബോവ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഇത്രയും എബോവ് ആയതുകൊണ്ട് ഈ ഡെൽ എച്ച് എന്തായിരിക്കും വളരെ സ്മോൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ നെഗ്ലിജിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ യൂട്യൂബ് മാനോമീറ്ററിൽ ചെയ്ത പോലെ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലെഫ്റ്റ് ലിംബിലെ റൈറ്റ് ലിംബിലെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ρ2 ഇൻറ്റു, അതായത് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു ഈ H2 പ്ലസ് സ്മോൾ ഡെൽ എച്ച് അല്ലേ. ഇതാണ് YY ആണ് നമ്മുടെ ഡാറ്റ ലൈൻ, H2 പ്ലസ് സ്മോൾ ഡെൽ എച്ച്. ഇനി ലെഫ്റ്റ് ലിംബ് നോക്കുവാണെങ്കിലോ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിൻ്റെ PA പ്ലസ് ഈ H1 ഹെഡ് കൊണ്ടുണ്ടാകുന്ന പ്രഷർ ρg ഇൻറ്റു H1 പ്ലസ് ഡെൽ എച്ച് കൊണ്ടുണ്ടാകുന്ന പ്രഷർ ρg ഇൻറ്റു ഡെൽ എച്ച് പ്ലസ് H1. അപ്പോൾ ഇത്രയാണ് എന്ത് ലെഫ്റ്റ് ലിംബിലെ പ്രഷർ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? PA ഈസ് ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ PA ഈസ് ഈക്വൽ ടു ഡെൽ എച്ച് ഇൻറ്റു ρ2g മൈനസ് ρ1g പ്ലസ് H2 ρ2g മൈനസ് H1 ρ1g എന്ന് കിട്ടും. നമുക്കറിയാം ഇതെന്താണ് നെഗ്ലിജിബിൾ ആണ്, ഡെൽ എച്ച് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ അറ്റ് എ പോയിന്റ് അല്ലെ പ്രഷർ അറ്റ് പോയിന്റ് എ ഈസ് ഈക്വൽ ടു H2 P2g മൈനസ് H1 P1g. അതായത് ഈ സ്മോൾ ചേഞ്ചസ് ഡെൽ എച്ച് എന്നുള്ള സ്മോൾ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ H2 ഉണ്ടാകുന്ന ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണെന്ത് സിംഗിൾ കോളം മാനോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തുവെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മോൾ പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ വളരെ സ്മോൾ പ്രഷർ ചേഞ്ചസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിംഗിൾ കോളം മാനോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്ന ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ. ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് സെൻസിറ്റിവിറ്റി കുറച്ചുകൂടി കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ലിംബിൽ അല്ലെങ്കിൽ നാരോ ട്യൂബ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും, ഒരു തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ട്യൂബിലുണ്ടാവുന്ന ലെങ്ത് ചേഞ്ച്, അതായത് H2 എന്താണ് വെർട്ടിക്കലായിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. പക്ഷേ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ട്യൂബിലുണ്ടാവുന്ന അല്ലെങ്കിൽ ട്യൂബിന് എലോങ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് H2 എന്ന് പറയുന്നത് എന്തായിരിക്കും? L sin θ ആയിരിക്കും. അതായത് L എന്ന് പറയുന്നത് എന്താണ്? എലോങ് ദ ട്യൂബ് നമ്മൾ മെഷർ ചെയ്യുന്ന ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. അപ്പോൾ L sin θ ആയിരിക്കും. അപ്പോൾ എലോങ് ദ ട്യൂബാണ് എന്ത് ചെയ്യുക? നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്തിൽ കിട്ടും? ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററിന് കിട്ടും. അതായത് വളരെ സ്മോൾ പ്രഷറും വരെ എന്തായിരിക്കും? സെൻസിറ്റീവ് ആയിരിക്കും ഈ ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററിൻ്റെ കേസിൽ. അതായത് ഈ ഇൻക്ലിനേഷൻ കൊണ്ട് ഈ നമ്മുടെ മാനോമെട്രിക് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്യുറസി എന്തായിരിക്കും? ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററിന് കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ, അതിൻ്റെ ഇക്വേഷൻ ചോദിക്കും. സെൻസിറ്റിവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ ഈസ് ഈക്വൽ ടു 1/sin θ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടലുമായിട്ട് ഉള്ള ഇൻക്ലിനേഷൻ ആംഗിൾ ആണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസിറ്റിവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ ഈസ് ഈക്വൽ ടു 1/sin θ. അത് എപ്പോഴും ഓർത്ത് വെക്കുക. സെൻസിറ്റിവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ ഈസ് ഈക്വൽ ടു 1/sin θ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആ ഇൻക്ലിനേഷൻ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. നമ്മൾ ഇത്ര സമയം പറഞ്ഞ എന്താണ്? സിമ്പിൾ മാനോമീറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ മെഷറിങ് മാനോമീറ്റേഴ്സ് ആണ്. ഇനി ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അവിടെ എന്തായിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതായത് ഒരു പൈപ്പിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ 2 പൈപ്പുകളിലുള്ള പ്രഷർ ഡിഫറൻസോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ മെഷർ ചെയ്യുന്നത്. അവിടെ എന്തായിരിക്കും? ഒരു എൻഡ് അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിരിക്കുമായിരിക്കില്ല, 2 എൻഡും എന്തായിരിക്കും? 2 പർട്ടിക്കുലർ പോയിന്റിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഇതിൽ തന്നെ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉണ്ട്. യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി
വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ യൂട്യൂബ് മാനോമീറ്ററും, ഇനി മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയേക്കാൾ കുറവാണെങ്കിൽ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അതായത് മാനോമെട്രിക്, ഇവിടെ എന്തായിരിക്കും മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഈസ് ഗ്രേറ്റർ ദാൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്, അതായത് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് ഉപയോഗിക്കുക. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, അതായത് ഡെൻസിറ്റി ഓഫ് മാനോമെട്രിക് ഫ്ലൂയിഡ് ഡെൻസിറ്റി ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡിനേക്കാൾ കുറവാണെങ്കിൽ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ടത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് എയും ബിയും. ഇവിടെ എന്താണ്, രണ്ട് പോയിന്റുകളും ഡിഫറൻറ്റ് ഹൈറ്റിലാണ്. അതുപോലെ തന്നെ എന്താണ്, രണ്ടും ഡിഫറെൻറ്റ് ഫ്ലൂയിഡാണ്, രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡാണ്. ആ കേസിൽ നോക്കുക, ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ പോലെ തന്നെ എന്താണ്, ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ബാലൻസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, പ്രഷർ മെഷർ ചെയ്യുന്നത്. ഈ എക്സ് എന്നുള്ളതാണ് എന്ത്, ഡാറ്റം ലൈൻ. അപ്പോൾ ലെഫ്റ്റ് ലിംബിലെ കേസിലെ പ്രഷർ എന്തായിരിക്കും, പ്രഷർ അറ്റ് എ, അല്ലെങ്കിൽ നമ്മുടെ എ എന്നുള്ള പെർട്ടിക്കുലർ പോയിന്റിൽ ആ ഒരു ഫ്ലൂയിഡിൻ്റെ എ എന്നുള്ള പോയിന്റിലെ ഈ പെർട്ടിക്കുലർ ഫ്ലൂയിഡിൻ്റെ പ്രഷർ പി പ്ലസ് ρ1. ഈ ലെഫ്റ്റ് ലിംബിലെ ഹെഡ് അല്ലേ, ലെഫ്റ്റ് ലിംബിലെ ഈ ഫ്ലൂയിഡിൻ്റെ ഹെഡ്, ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്താണ്, ρ1 ആണ്. അപ്പോൾ ρ1 ജി ഇൻറ്റു ഇത് എത്രയാണ് ഹൈറ്റ്, ഈ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്, എച്ച് പ്ലസ് എക്സ് ആണ് അല്ലേ. അപ്പോൾ ρ1 ഇൻറ്റു എച്ച് പ്ലസ് എക്സ്. അതുപോലെ തന്നെ റൈറ്റ് ലിംബിൽ വരുമ്പോഴത്തേക്ക് എന്നാ, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഹൈറ്റ്, അതായത് ρm ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് പിന്നെന്തുണ്ട്, ഈ പെർട്ടിക്കുലർ ഹെഡ് കാരണം ഉണ്ടാകുന്ന, ഈ ലിക്വിഡിൻ്റെ പെർട്ടിക്കുലർ ഹെഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ ρ2 ജി വൈ പ്ലസ് ഈ നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലെ പ്രഷർ പി ബി. അങ്ങനെയാണെങ്കിൽ പി എ മൈനസ് പി ബി, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് പി എ മൈനസ് പി ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, ഇക്വേഷൻ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എച്ച് ജി ഇൻറ്റു ρm മൈനസ് ρ1 പ്ലസ് ρ2 ജി വൈ മൈനസ് ρ1 ജി എക്സ്. അതായത് നമ്മൾ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ബാലൻസ് ചെയ്ത് എഴുതുന്നു. അതായത് പി എ മൈനസ് പി ബി, ഇതായിരിക്കും എന്ത്, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് കേസിൽ എന്താണ്, രണ്ട് പോയിന്റുകളും സെയിം ഹൈറ്റിലാണ്, സെയിം ലിക്വിഡ് അല്ലെങ്കിൽ സെയിം ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേസിൽ സെയിം ലിക്വിഡാണ്, രണ്ട് പോയിന്റുകളും സെയിം ഹൈറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ഇവിടെ ബാലൻസ് ചെയ്താൽ എന്താണ്, പി എ പ്ലസ് ρ1, അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഡെൻസിറ്റി ρ1 ജി എച്ച് പ്ലസ് എക്സ്, ഈ ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന ഈ ഹെഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ പ്ലസ് റൈറ്റിൽ വരുമ്പോഴെന്താണ്, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഹെഡ് ρm ജി എച്ച് പ്ലസ് ഈ എക്സ് ഹെഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ ഹെഡ് ρ1 ജി എക്സ് പ്ലസ് ബി എന്നുള്ള പോയിന്റിൽ അല്ലെങ്കിൽ ബി എന്നുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ പി ബി. അങ്ങനെയാണെങ്കിൽ പി എ മൈനസ് പി ബി എന്ന് എഴുതുന്നത് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, പി എ മൈനസ് പി ബി ഈസ് ഈക്വൽ ടു എച്ച് ജി ഇൻറ്റു പി എം മൈനസ് പി വൺ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് ജസ്റ്റ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മാത്രം, എങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷനെ ഫോം ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ബാലൻസ് ചെയ്യുന്നു, അത്ര മാത്രം ഓർത്ത് വെക്കുക. അപ്പം ഇതാണെന്ത്, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിവൈസ്. ഇനി നെക്സ്റ്റ് ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇത് ഇൻവേർട്ടഡ് ടൈപ്പാണ്. ഇവിടെ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയേക്കാൾ കുറവാണെങ്കിലാണ് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയേക്കാൾ താഴെയാകുമ്പോഴായിരിക്കും നമ്മൾ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ എന്തായിരിക്കും, ആ
മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലൈറ്റർ ഫ്ലൂയിഡ് ആയിരിക്കും. ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഇൻവേർട്ടഡ് യു ട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ലിംബിലത് PA-ρ1GH1 എന്ന് എഴുതാൻ പറ്റും. റൈറ്റ് ലിംബിലത് PB-ρ2GH2 എന്ന് എഴുതാം. PS അതായത് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ P അല്ലെങ്കിൽ PM എന്ന് എഴുതിയാലും കുഴപ്പമില്ല, PMGH. അങ്ങനെയാണെങ്കിൽ PA-PB = ρ1GH1 - ρ2GH2 - PSGH. ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ത്? ഇൻവേർട്ടഡ് യൂട്യൂബിൻ്റെ കേസ്, ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ എന്താണ് ഓർത്ത് വെക്കേണ്ടത്? മാനോമെട്രിക് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ വർക്കിംഗ് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയേക്കാൾ കുറവായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഗേജസിനെ പറ്റിയാണ്. മെക്കാനിക്കൽ പ്രഷർ മെഷറിംഗ് ഡിവൈസുകൾ. ഇത് ഡയറക്റ്റ് പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ ഒരു ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഹെഡ് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. എന്താണ്? ഡയറക്റ്റ് ഒരു ഡയലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് പ്രഷർ മെഷറിംഗ് ഡിവൈസുകളാണ്. നമ്മൾക്ക് അറിയാം മാനോമീറ്റേഴ്സ് കമ്പാരിറ്റീവ്ലി എന്താണ്? ലോ പ്രഷർ മെഷർമെൻറ്റിനാണ് അല്ലെങ്കിൽ ലോ പ്രഷർ മെഷറിംഗ് ഡിവൈസുകളാണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പ്രഷർ സാധാരണഗതിയിൽ എന്താണ്? മീഡിയം ആൻഡ് ഹൈ പ്രഷർ റേഞ്ചിലെ പ്രഷർ മെഷർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? മെക്കാനിക്കൽ പ്രഷർ ഗേജുകൾ ഉപയോഗിക്കുന്നത് സാധാരണഗതി. ഇത് മെക്കാനിക്കൽ പ്രഷർ ഗേജിനെ ചില സമയത്ത് എന്ത് പറയാറുണ്ട്? എലാസ്റ്റിക് ഗേജസ് എന്ന് കൂടി പറയാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സെക്കൻഡറി പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് കൂടി പറയാറുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ മാനോമീറ്റർ അല്ലെങ്കിൽ പ്രൈമറി പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ മെക്കാനിക്കൽ പ്രഷർ ഗേജസ് ഉപയോഗിക്കുന്നത്. അതായത് മാനോമീറ്റർ വെച്ച് കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് മെക്കാനിക്കൽ പ്രഷർ ഗേജസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ പ്രഷർ ഗേജസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത് ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്, ഡയഫ്രം പ്രഷർ ഗേജ്, ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ്. ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്, ഡയഫ്രം ഗേജ്, ഡെഡ് വെയിറ്റ് പ്രഷർ ഗേജ്. ഇതിൽ ആദ്യത്തെ ബോർഡൻ പ്രഷർ ഗേജ്, ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്. ഇത് നമ്മൾ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ടൈപ്പ് ആയിരിക്കും എന്ത്? ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് മെക്കാനിക്കൽ പ്രഷർ ഗേജാണ്. മെഷറിംഗ് ഹൈ ആസ് വെൽ ആസ് ലോ പ്രഷർ, ഹൈ പ്രഷർ ലോ പ്രഷർ ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രഷർ മെഷറിംഗ് ഡിവൈസ് ആണെന്ത്? ഈ ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത്. ഇതൊരു പെർട്ടിക്കുലർ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു എലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു മെറ്റൽ ട്യൂബിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു മെറ്റൽ ട്യൂബിൻ്റെ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ ഡയലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ മെഷർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ബോർഡൻ ട്യൂബിൽ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ, അതായത് പോസിറ്റീവ് പ്രഷർ മെഷർ ചെയ്യാം, നെഗറ്റീവ് പ്രഷർ അല്ലെങ്കിൽ വാക്വം പ്രഷർ മെഷർ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? രണ്ടും മെഷർ ചെയ്യുന്ന ടൈപ്പ് ഡിവൈസുകളുണ്ട്. അതായത് പോസിറ്റീവ് പ്രഷറും മെഷർ ചെയ്യാം, വാക്വം ഗേജസിലാണെങ്കിൽ എന്ത് ചെയ്യാം? നെഗറ്റീവ് പ്രഷർ മെഷർ ചെയ്യാം. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഗേജസിലാണെങ്കിൽ രണ്ടും എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. ഇത് ഒരു ബോർഡൻ ട്യൂബ് ജനറലി മെയ്ഡ് ഓഫ് ബ്രോൺസ് ഓർ നിക്കൽ സ്റ്റീലോ ബ്രോൺസോ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനുള്ളിലുള്ള ആ ഇലാസ്റ്റിക് ട്യൂബ് സാധാരണ മാനുഫാക്ചർ ചെയ്യുന്നത്. ബോർഡൻ ട്യൂബ് എന്താണ്? നിക്കൽ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ബ്രോൺസിൻ്റെയോ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ ട്യൂബ് ഉണ്ടാവും. എലിപ്റ്റിക്കൽ ട്യൂബ് ഈ കാണുന്ന ഇതാണെന്ത്? എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ആണ് ഉണ്ടാവുക. അതാണ് ഏറ്റവും ഓർത്ത് വെക്കേണ്ട കാര്യം. എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ഉണ്ടാകുന്ന ഒരു മെറ്റൽ ട്യൂബ്, നിക്കൽ സ്റ്റീലിൻ്റെയോ ബ്രോൺസിൻ്റെയോ ഒരു മെറ്റൽ ട്യൂബ്. പിന്നെ ഒരു ടൂത്ത്ഡ് സെക്ടർ ഉണ്ടാവും, ഒരു പിനിയൻ അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഇതും ആ നമ്മുടെ ബോർഡൻ ട്യൂബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്കേജസ് ഉണ്ടാവും. അതായത് ഈ ടൂത്ത്ഡ് സെക്ടർ പിനിയൻ അറേഞ്ച്മെൻറ്റ് നമ്മുടെ ബോർഡൻ ട്യൂബുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്കുകൾ ഉണ്ടാവും. പിന്നെന്താണ്? ഒരു പോയിൻ്റർ ഡിവൈസ് ഉണ്ടാവും. ഈ പോയിൻ്റർ ഡിവൈസ് ഒരു കാലിബ്രേറ്റഡ് സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു
സ്കെയിൽ ഉണ്ടാവും. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ എന്തുണ്ടാവും, സ്കെയിൽ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്, എങ്ങനെയാണ് ബോർഡൻ ട്യൂബിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ബോർഡൻ ട്യൂബിൻ്റെ ഒരെൻഡ് നമ്മൾ പ്രഷർ ചെയ്യേണ്ട, ഒരെൻഡ് ഓപ്പൺ ആയിരിക്കും, ഒരെൻഡ് ക്ലോസ് ആയിരിക്കും, ഒരെൻഡ് ഓപ്പൺ ആയിരിക്കും, ഒരെൻഡ് ക്ലോസ് ആയിരിക്കും. ആ ഓപ്പൺ എൻഡ് പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പൈപ്പിലാണെങ്കിൽ ആ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഓപ്പൺ എൻഡ്. ഇനി ക്ലോസ്ഡ് എൻഡ് ഈ ലിങ്കേജ് ത്രൂ ഈ ടൂത്ത്ഡ് സെക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ടൂത്ത്ഡ് സെക്ടറാണ് എന്ത് ചെയ്യുന്നത്, പിനിയനുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ആ ടൂത്ത്ഡ് സെക്ടറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പിനിയനിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡയൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രഷർ മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡ് ഈ ബോർഡൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബോർഡൻ ട്യൂബ് അതിൻ്റെ എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ത് ചെയ്യും, അത് എലിപ്റ്റിക്കൽ ഷേപ്പ് സർക്കുലറിലേക്ക് എന്ത് ചെയ്യും, അതിനൊരു ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും, ഈ ട്യൂബ് സിങ് ചെയ്യും. ആ ട്യൂബിൻ്റെ ആ സ്വിങ്ങിങ് മോഷൻ, അല്ലെ ആ ഒരു സ്വിങ്ങിങ് മോഷൻ എന്ത് ചെയ്യും, ഈ ലിങ്കേജ് ത്രൂ ടൂത്ത് സെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ടൂത്ത് സെക്ടർ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പിനിയൻ റൊട്ടേറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് പ്രഷർ എന്ത് ചെയ്യും, ഡയല് കറസ്പോണ്ടിങ് പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡ് ഈ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷനിലെ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ട്യൂബ് ആ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ എന്താവും, ഡീഫോർമേഷൻ ചെയ്യാൻ തുടങ്ങും. ആ എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ഡീഫോർമേഷൻ ചെയ്യാൻ തുടങ്ങും. ആ ട്യൂബ് എന്ത് ചെയ്യും, സിങ് ചെയ്യും. ആ സിങ്ങിങ് മോഷൻ എന്ത് ചെയ്യും, ലിങ്ക് ത്രൂ ടൂത്ത് സെക്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റഡ് മോഷനാണ് എന്ത് ചെയ്യും, പിനിയൻ ത്രൂ ഡയലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രാജുവേറ്റഡ് സ്കെയില് ഡയലിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷർ റീഡിങ് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ് ലോ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം, ഹൈ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് വാക്വം പ്രഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ഹൈ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. കോമ്പൗണ്ട് ഗേജസ് ആണെങ്കിൽ രണ്ട് ഒന്നിച്ച് മെഷർ ചെയ്യാനും, അതായത് വാക്വവും ഹൈ പ്രഷറും ഒന്നിച്ച് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പോസിറ്റീവ് പ്രഷറും നെഗറ്റീവ് പ്രഷറും ഒന്നിച്ച് മെഷർ ചെയ്യാനാണ് കോമ്പൗണ്ട് ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോർഡൻ ട്യൂബ് ഗേജിന് എന്ത് മെഷർ ചെയ്യാൻ പറ്റും, ലോ പ്രഷറും മെഷർ ചെയ്യാൻ പറ്റും, ഹൈ പ്രഷറും മെഷർ ചെയ്യാൻ പറ്റും. അത് ഓർത്ത് വെക്കും. ഇനി നെക്സ്റ്റ് ഡയഫ്രം ഗേജ്. ഇവിടെ ഇത് സാധാരണഗതിയിൽ ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകളാണ്. ലോ പ്രഷറാണ് ഡയഫ്രം ഗേജ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ ഉണ്ടാവുക, ഒരു പെർട്ടിക്കുലർ ഡയഫ്രം ഉണ്ടാവും. ഇതിൻ്റെ പാർട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡയഫ്രം ഉണ്ടാവും. ആ ഡയഫ്രത്തിൻ്റെ ഒരെൻഡ് എന്തായിരിക്കും, നമ്മൾ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിലേക്ക് ഓപ്പൺ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എൻഡ് ഒരു റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ത്രൂ ഒരു ഡയലിലേക്ക്, ഒരു നീഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ പ്രഷർ, ഈ ഫ്ലൂയിഡ് മെഷർ ചെയ്യേണ്ട ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം ഈ ഡയഫ്രം എന്ത് ചെയ്യും, ഡയഫ്രം എക്സ്പാൻഡ് ചെയ്യും. ഡയഫ്രം എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ആ ഒരു മോഷൻ എന്തിൽ ഉണ്ടാവും, ഈ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റ് ത്രൂ നീഡിലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതായത് ഈ ഡയഫ്രത്തിൻ്റെ ഡയഫ്രം അപ്വേർഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ റാക്ക് ആൻഡ് പിനിയൻ അപ്വേർഡ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ റാക്ക് ഈ പിനിയനെ റൊട്ടേറ്റ് ചെയ്യിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നീഡിൽ എന്ത് ചെയ്യും, നീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ നീഡിൽ ഒരു കാലിബ്രേറ്റ് സ്കെയിൽ, നേരത്തെ ബോർഡൻ ട്യൂബിൻ്റെ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ടാവും, ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നീഡിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രഷർ അവിടുന്ന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത്, ഡയഫ്രം ഗേജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി നെക്സ്റ്റ് ടൈപ്പ് മെക്കാനിക്കൽ ഗേജസ് ആണ് ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ്. ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള, മോസ്റ്റ് ആക്യുറേറ്റ് പ്രഷർ ഗേജ് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷർ മെഷറിങ് ഡിവൈസുമാണ്, പ്രഷർ പ്രൊഡ്യൂസിങ് ഡിവൈസാണ്. അതായത് ഒരു പ്രഷർ ടെസ്റ്റർ ഡിവൈസാണ്. അതായത് നമ്മുടെ പ്രഷർ ഗേജസ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, ഈ ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജ് എന്നത്. പ്രഷർ ഡിവൈസുകൾ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ്. അതായത് വർക്ക് ചെയ്യുന്നത് എന്താണ്, പാസ്കൽസ് ലോന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് വെച്ചാൽ, ഇതിൽ ഒരു പോയിന്റ്, ഈ പ്രഷർ ഗേജിൻ്റെ ഒരു പോയിന്റ് നമ്മുടെ കാലിബ്രേറ്റ് ചെയ്യേണ്ട ഗേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പ്രഷർ ഗേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ട്യൂബിലാണ് എന്തുണ്ടാവുക, ഫ്ലൂയിഡ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നത്
ഓയിൽ ഫില്ല് ചെയ്യുന്നത് ഈ ഓയിൽ റിസർവയറിലൂടെയാണ്. ഓയിൽ റിസർവയറിലൂടെ ഇതിലേക്ക് ഫില്ല് ചെയ്യും. ഇതിൻ്റെ നെക്സ്റ്റ് എൻഡിൽ ഒരു പാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലൊരു പാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പാനിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് വെയിറ്റ്, അതായത് നോൺ വെയിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത ഓയിലിൻ്റെ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രഷർ പ്രൊഡ്യൂസിങ് ഡിവൈസാണ്. പ്രഷർ ഗേജസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. പ്രഷർ ഗേജസിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയാണ് ഇതുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓയിൽ റിസർവയർ ഉണ്ടാവും, ഒരു നമ്മളെ കാലിബ്രേറ്റ് ചെയ്യേണ്ട പ്രഷർ ഗേജ് ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താണ്, ഈ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഫ്ലോട്ടിംഗ് പാൻ, ഇതാണ് ഫ്ലോട്ടിംഗ് പാൻ എന്ന് പറയുന്നത്, അതും ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് വെയിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ നോൺ വെയിറ്റ് ഈ ഫ്ലോട്ടിംഗ് പാനിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. അതിനുശേഷം ഈ കറസ്പോണ്ടിങ് ഫ്ലൂയിഡ് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും ഈ ഒരു പൈപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഗേജിൽ. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് പൈപ്പിൻ്റെ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യും, പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അതായത് ഈ കേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് വെയിറ്റ് നമുക്കറിയാം, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് വെയിറ്റ് ഡിവൈഡ് ബൈ പാനിൻ്റെ ഏരിയ. അപ്പോൾ അങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിലാവും, ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ഈ ഫ്ലൈയിങ് പാന് ഈ വെയിറ്റിനെ ജസ്റ്റ് റേസ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് വരും. വെയിറ്റിനെ ഒരു ഡിസിഗ്നേറ്റഡ് ഹൈറ്റിലേക്ക് റേസ് ചെയ്യുന്ന പോയിന്റിലേക്ക് വരും. അതായത് ഡിസിഗ്നേറ്റഡ് ആ വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രഷർ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പ്രഷർ ഗേജിൽ ഡയൽ ആ ഒരു പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, അപ്പോൾ ആ ഒരു വെയിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന പ്രഷർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രഷർ ഗേജിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റഡ് ആയിട്ട് 2-3 തവണ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിവൈസ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള ഓയിലിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, ബിൽഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ സ്റ്റാൻഡേർഡ് വെയിറ്റിനെ എന്ത് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഒരു ഡിസിഗ്നേറ്റഡ് ഹൈറ്റിലേക്ക് എന്ത് ചെയ്തു, അതെന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ അത് റേസ് ചെയ്യും. ആ റേസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എവിടെ ഇൻഡിക്കേറ്റ് ചെയ്യും, നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാൻ വെച്ച പ്രഷർ ഗേജിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. അത് 2-3 തവണ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രഷർ ഗേജ് നമ്മുടെ കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് വെയിറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രഷറിലേക്ക് കാലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. മാനോമീറ്റേഴ്സ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഗേജസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാനോമീറ്റേഴ്സ്, ആ ഓരോ മാനോമീറ്റേഴ്സും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഏതൊക്കെ കേസുകളിലാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ ഗേജസ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.